സൂപ്പർ കൺമണി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ജയമോഹൻ അലിഗയിൽ ഒരുപാട് നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നത് വിശ്വസിക്കാനാകാതെ നിൽക്കുന്ന സമയത്താണ് നമ്മുടെ സാഗർ ആണെങ്കിൽ കൃഷിനെ വിളിച്ചു പറയുന്നത് നാളെ നമ്മുടെ ബലരാമൻ്റെ വിവാഹമാണെന്നും ബലരാമൻ വിവാഹം കഴിക്കാൻ പോകുന്നത് മറ്റാരെയല്ല മാനസയാണെന്ന് കേട്ടിട്ട് ആദ്യം കൃഷി കരുതുന്നു, ചുമ്മാ തമാശ പറയുവാണ് കൃഷിനെ പറ്റിക്കാനെന്ന്. പക്ഷെ പിന്നീട് സാഗർ സീരിയസ് ആയിട്ട് പറയുന്നത് കേൾക്കുമ്പോൾ നമ്മുടെ കൃഷിന് മനസ്സിലാകുന്നുണ്ട് സീരിയസ് ആണ്. ബലരാമേട്ടൻ ഇങ്ങനെ ഒരു കാര്യം തീരുമാനിക്കണമെങ്കിൽ ഉറപ്പായിട്ടും അതിൻ്റെ പിന്നിൽ മറ്റെന്തോ ചതിയുണ്ടെന്ന്. അപ്പോൾ കൺമണിയാണെങ്കിൽ ഒരു ഡിസൈൻ വരച്ചതിൻ്റെ സന്തോഷത്തിൽ അത് വന്ന് കൃഷിനോട് പറയുമ്പോൾ കൃഷാണെങ്കിൽ അതൊന്നും കേൾക്കാനുള്ളൊരു മാനസികാവസ്ഥയിലായിരുന്നില്ല. കൃഷാണെങ്കിൽ ബലരാമനെ വിളിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ കാര്യം തിരക്കുമ്പം നമ്മുടെ കൃഷാണെങ്കിൽ കൺമണിയോട് നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നു. നാളെ നമ്മുടെ ബലരാമേട്ടൻ്റെയും മാനസയുടെയും വിവാഹമാണെന്ന് പറയുമ്പോൾ അതെങ്ങനെ ശരിയാകാനാ, മാനസ ഒരു ഫ്രോഡാണെന്നുള്ള കാര്യം ബലരാമേട്ടനെ അറിയത്തില്ലേ എന്നൊക്കെ ചോദിക്കുമ്പം ഇതിൻ്റെ പിന്നിൽ എന്തോ ഒരു ചതിയുണ്ട്, അത് ഉറപ്പാണ്, എത്രയും പെട്ടെന്ന് എനിക്ക് ബലരാമേട്ടനെ കണ്ട് കാര്യങ്ങൾ തിരക്കണമെന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി കാര്യങ്ങളൊക്കെ തിരക്കുന്നുണ്ട്. ആദ്യം ഒരു കാര്യം അംഗീകരിക്കുന്നില്ല എങ്കിലും നമ്മുടെ ബലരാമൻ്റെ മുഖഭാവം മാറുന്നത് കണ്ടാൽ വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു വ്യക്തിയാണ് കൃഷി. കാരണം രണ്ടുപേരും ഒരമ്മയുടെ മക്കളല്ലയോ. അത് കാരണം കുത്തി കുത്തി ചോദിക്കുമ്പോഴത്തേക്കും ബലരാമൻ സഹികെട്ട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്നു. അപകടത്തിലായി നിൽക്കുന്നത് ഞാനല്ലെന്നും ഭാഗ്യശ്രീയാണെന്നും ഭാഗ്യശ്രീയുടെ ജീവൻ രക്ഷിക്കണമെങ്കിൽ എനിക്ക് നാളെ മാനസയെ രജിസ്റ്റർ മാരേജ് കഴിച്ചേ പറ്റൂ, എൻ്റെ സുമിത്രാമ്മയുടെ ഓർഡറാണെന്നൊക്കെ പറയുമ്പോൾ ചേട്ടൻ വിഷമിക്കേണ്ടെന്നും ഒരിക്കലും ആ ഫ്രോഡിനെ ഏട്ടന് വിവാഹം കഴിക്കേണ്ടി വരത്തില്ല, ഭാഗ്യശ്രീയെ നമുക്ക് തന്നെ രക്ഷിക്കാമെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കൺമണിയും കൃഷിൻ്റെ കൂട്ടുകാരനും കൂടി ഭാഗ്യശ്രീയെ തട്ടിക്കൊണ്ടുപോയി കെട്ടിയിട്ടേക്കുന്ന സ്ഥലത്തേക്ക് രഹസ്യമായി ചെല്ലുന്നു. നമ്മുടെ കൃഷാണെങ്കിൽ നല്ല കണക്ക് അടിച്ച് ശരിയാക്കുന്നുണ്ട് ഗുണ്ടകളെ എല്ലാം. ഒടുക്കം നമ്മുടെ ഭാഗ്യശ്രീയെ ഒരാപത്തും കൂടാതെ രക്ഷിച്ചു കൊണ്ടുവരുമ്പോഴത്തേക്കും ബലരാമന് ശരിക്കും സന്തോഷമാകുന്നു. തൻ്റെ പെങ്ങൾക്ക് യാതൊരു ആപത്തും കൂടാതെ തിരികെ വന്നു. ഇനി എനിക്ക് മാനസയെ വിവാഹം കഴിക്കേണ്ടെന്ന് വ്യക്തമാകുന്ന ബലരാമൻ അവളെ പറ്റിക്കാനായിട്ട് രജിസ്റ്റർ മാരേജ് കഴിക്കാനായി ചെല്ലുന്നുണ്ടെങ്കിലും ഭൂലോക ഫ്രോഡായ മാനസയെ വിവാഹം കഴിക്കേണ്ടെന്ന കൃഷിൻ്റെ ആ ഓർഡർ അക്ഷരം പ്രതി അനുസരിക്കുന്നു. താലിയെടുത്ത് മാനസയുടെ കഴുത്തിലേക്ക് നീട്ടുന്നുവെങ്കിലും അവസാന നിമിഷം ഭാഗ്യശ്രീ രക്ഷപ്പെട്ട കാര്യം അറിഞ്ഞ് മാനസയും സുമിത്രയും ആകെ ഞെട്ടുന്നുണ്ട്. അവിടേക്ക് വരുന്ന നമ്മുടെ സുചിത്രയും സാഗറും എല്ലാവരും സത്യങ്ങൾ മനസ്സിലാക്കുന്നു. അതായത് ഇത്രയും ദിവസം ബലരാമനെയും ഭാഗ്യശ്രീയും തട്ടിക്കൊണ്ടുപോയി ആക്രമിച്ച് കീഴ്പ്പെടുത്തി വെച്ചിരിക്കുമായിരുന്നു എന്നും ഒടുക്കം നമ്മുടെ ബലരാമനെ മാത്രം വിട്ടയച്ച് ഭാഗ്യശ്രീയെ പിടിച്ചുകൊണ്ടുപോയി മാനസയുടെയും ബലരാമൻ്റെയും വിവാഹം നടക്കുന്നത് വരെ പൂട്ടിയിട്ടേക്കുക എന്നതായിരുന്നു ലക്ഷ്യമെന്നൊക്കെ മനസ്സിലാക്കി അവസാനം എല്ലാ പ്ലാനും പൊളിക്കുന്നു. അങ്ങനെ ചമ്മി നാണം കെട്ട് നിൽക്കുന്ന സുമിത്രയും മാനസയെയും ജയമോഹനെയും ഹേമയൊക്കെ അധികം താമസിക്കാതെ തിങ്കളാഴ്ചത്തെ എപ്പിസോഡിൽ കാണാനാകും. എന്തായാലും നമ്മുടെ കൺമണിയുടെ ചേട്ടൻ വീട്ടിലേക്ക് വരുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വരവ് കണ്ടാൽ അറിയാം എന്തോ ഒരു പ്രയാസം മനസ്സിൽ തട്ടിയിട്ടുണ്ട്. മിക്കവാറും ലീവ് കിട്ടിയെങ്കിലും അറേഞ്ച് ചെയ്യാമെന്ന് കരുതിയ ക്യാഷ് ചിലപ്പം ഒപ്പിക്കാൻ പറ്റിക്കാണില്ല, അതിൻ്റെ സങ്കടമാണെന്ന് തോന്നുന്നു. നമ്മുടെ ധനലക്ഷ്മിയാണെങ്കിൽ അവിടെ നിൽക്ക് മനോജേട്ടാ, എന്താ പ്രശ്നമെന്ന് പറഞ്ഞിട്ട് പോയാൽ മതി എന്നൊക്കെ പറയുമ്പം വിഷമിച്ച് നിൽക്കുന്ന മനോജിനെയും കാണിച്ചുകൊണ്ടാണ് പ്രൊമോ അവസാനിക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ സുമിത്രയ്ക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും വലിയൊരു തിരിച്ചടിയാണ് കിട്ടിയിരിക്കുന്നത്. താൻ വലിയ ആളാണ്, താൻ വിചാരിച്ച അത് നിസ്സാരം പോലെ നടത്താം എന്ന് വ്യാമോഹം കണ്ട് സുമിത്രയ്ക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും വലിയ തിരിച്ചടി തന്നെ കിട്ടിയിരിക്കുന്നു. പിന്നെ മകളെന്ന നിലയ്ക്ക് ഭാഗ്യശ്രീയും കണക്കിന് നമ്മുടെ സുമിത്രയ്ക്ക് കൊടുക്കുന്ന ആ ഒരു നിമിഷത്തിലേക്കാണ് ഇനി കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ.